എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റൊമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളിങ്ങനെ ഓട്ടോ ഇൻഫ്ലുവൻസറായിട്ട് അല്ലെങ്കിൽ ഓട്ടോ വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാരുതിയുടെ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കമൻസിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത വണ്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പപ്പടമാണ് എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പേരുദോഷം മുഴുവൻ മാരുതി മാറ്റിയിരിക്കുകയാണ്. കാരണം അടുത്ത കാലത്ത് ഏറ്റവും ചർച്ചയായിട്ടുള്ള കാര്യമാണ് മാരുതി ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടിയെന്നുള്ളത്. അത് അഡൽറ്റിന് 5 സ്റ്റാറും ചൈൽഡിന് 4 സ്റ്റാർ നേടിയിരിക്കുകയാണ്. മാരുതിയുടെ ഏറ്റവും പുതിയ ഡിസൈറിനാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് മാരുതിയാണ്. പക്ഷേ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സേഫ്റ്റിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് മാരുതി ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്നുള്ള വണ്ടികളും അത്തരത്തിൽ 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് മാറുന്ന സമയത്ത് മാരുതിയെ നമുക്ക് പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് മാത്രം ഓർപ്പിച്ചോളുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാരുതിയുടെ ഡിസൈറിൻ്റെ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടാണ്. കാരണം നമുക്ക് 10 ലക്ഷം രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ റിവ്യൂസ് നിങ്ങൾ ഏറെക്കുറെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു വാല്യൂ ഫോർ മണി, നമുക്ക് ഇപ്പോൾ ഒരു വാഹനം എടുക്കാണ്ട് ആഗ്രഹിക്കുന്നവർക്ക് എത്ര രൂപയ്ക്ക് വാഹനം ഓൺ റോഡ് കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ എഗെയിൻ വെൽക്കം ടു റൊമേഷോ. 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന ഒരു വേരിയൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. VXi എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡിസൈറിൻ്റെ മോഡലാണ്, വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് ഡിസൈർ നിലവിൽ നമുക്ക് ലഭിക്കുന്ന 4 വേരിയൻസിലാണ്. LXi, VXi, ZXi, ZXi പ്ലസ്, ഇങ്ങനെ 4 വേരിയൻസ് ആണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പം ഏറ്റവും വാല്യൂ ഫോർ മണി ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് പറയാം. 9,27,000 രൂപയാണ് മാനുവലിനും, 9,79,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ആദ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനങ്ങളൊന്നാണ് ഡിസൈർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈർ ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് വന്നിരിക്കുകയാണ്. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ നിന്ന് യാതൊരു കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ABS, EBD ഇത്തരം സാധനങ്ങളൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ വാഹനത്തിനകത്ത് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സിൻ്റെയും കാര്യങ്ങളിലേക്ക് നോക്കാം. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡയമെൻഷൻ പറയുകയാണെങ്കിൽ 3995 മില്ലിമീറ്റർ ആണ്. അതായത് 4 സബ്മീറ്ററിനകത്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ 2450 വീൽ ബേസ്, ഒരു 163 സെൻറ്റിമീറ്റർ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ വാഹനം കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ റോഡുകൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് എന്തൊക്കെയാണ് വ്യത്യാസം നോക്കാം. LXiലേക്ക് വരുമ്പോൾ തീരെ ഫീച്ചേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ VXi മുതൽ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് CNG വേരിയൻ്റൊക്കെ നമുക്ക് VXiയിൽ നമുക്ക് കിട്ടും, LXiയിൽ നമുക്ക് CNG കിട്ടും. ഇതിനകത്ത് നമുക്ക് ഒരു 1.2 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ആദ്യത്തെ കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഡിസൈർ ആദ്യത്തെ കാലത്ത് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ കാലത്തൊന്നും ആൾക്കാർക്ക് പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസൈനിലേക്കായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലുക്കിലേക്ക് നല്ല ബൾജി ആയിട്ട് നല്ല ചബ്ബി ആയിട്ടുള്ള ഒരു ഫിഗറിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ല രസമുണ്ട് വാഹനം കാണാൻ. പ്രത്യേകിച്ച് ഇതിൻ്റെ പെയിൻസും കാര്യങ്ങളൊക്കെ വളരെ വൈറ്റ് കളറുള്ളൊരു വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എടുത്തു പറയേണ്ട ചില കാര്യങ്ങളും എലമെൻറ്റ്സ് ഒക്കെ നോക്കാം. ഈ ഒരു VXiലേക്ക് വരുമ്പോൾ തന്നെ അതിനകത്ത് കുറേ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. സാധാരണ മിക്ക വാഹനങ്ങളിലും കൂടിയ റേഞ്ചിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം വീതിയേറിയ നമുക്കൊരു ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. സുസുക്കിയുടെ വലിയ ലോഗോ നമുക്കിവിടെ കാണാം. അതുപോലെ ഹെഡ് ലാംപ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ പ്രൊജക്ടറായിട്ട് വരുന്ന ഹാലജനായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്കാണ് നമുക്ക് DRLs കാണാൻ സാധിക്കുന്നത്. എന്നാലും മോശമില്ല, ഭംഗിയുള്ള ഒരു ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ZXi പ്ലസിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഐസ് ക്യൂബ് ഡിസൈനിലൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ലൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലൈൻഡായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വലിയ ഒരു ബമ്പർ ഏരിയയും അതുപോലെ ഏഡാം പോർഷനൊക്കെ നമുക്ക് കാണാണ്ട് പറ്റും. അതും ഒരു ബ്ലാക്ക് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതും കൊള്ളാം, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഫോഗ് ലാംപ്സിൻ്റെ ഒരു പൊസിഷൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മളൊരു 6500 രൂപയൊക്കെ നമ്മൾ എക്സ്ട്രാ മുടക്കുവാണെങ്കിൽ നമുക്ക് കമ്പനി ഫിറ്റഡ് ആയിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ടോപ്പ് എൻഡ്സിലേക്ക് വരുമ്പോഴായിരിക്കും ഫോഗ് ലാമ്പുകൾ. ഇതിപ്പോൾ ഒരു വാല്യൂ ഫോർ മണി ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ അഡീഷണലി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് റിയർ ക്യാമറയും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. സെൻസേഴ്സ് ഉണ്ട്, പക്ഷേ അതുമൊക്കെ നമുക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എങ്കിൽ പോലും ഈ വില വെച്ച്
നോക്കും 9,27,000 രൂപ ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെയാണ് വാഹനത്തിന് മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമ്മളിനി സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡിലേക്ക് നമ്മുടെ ഒരു കാഴ്ചയിലേക്ക് വരുന്ന ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവം പറയാം. സാധാരണ നിങ്ങൾ മാരുതിൻ്റെ ഏത് വാഹനങ്ങൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ മീൻസ് അലോയ് വീൽസ് അല്ലാത്ത വാഹനങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു വെള്ള വീൽ കപ്പുകളായിരിക്കും, അല്ലെങ്കിൽ സിൽവർ കളറുള്ള വീൽ കപ്പുകളായിരിക്കും കാണുന്നത്. പക്ഷേ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോൾ ഒരു ടോൺ ഡിഫറൻ്റ് ആക്കി ഒരു ഗ്രേയിഷ് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു R14 ആണ് വരുന്നത്. 14 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വേരിയൻറ്റ് മുതലും ഒക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോൾഡബിൾ ആയിട്ട് വരുന്ന മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഓൾറെഡി നമുക്കറിയാം ഈ വാഹനം നമ്മൾ ഓൾറെഡി എന്താ പറയുക ഇതിന് മുമ്പ് നമുക്ക് ഡിസയർ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നമുക്ക് മനോഹരമായിട്ടുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഷാർഫിൻ ആൻഡ് നമുക്ക് കാണാം. ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ സൺറൂഫും കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതൊരു ആവശ്യമുള്ളൊരു കാര്യമാണോ എന്നുള്ളൊരു ചർച്ച ഇന്നും നിലനിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കുകളും ബാക്കിലേക്ക് ഡ്രം ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഗിമിക്സും കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഉള്ള ഒരു ഡിസൈനിലുള്ള ഒരു വാഹനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ അതിമനോഹരമാണ് കേട്ടോ. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തും ഈ പറയുന്ന പോലെ ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ലൈറ്റ്സ് ആണ്, ബാക്ക് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ ഒരു ട്രൈയാറോ ഡിസൈൻ എന്നൊക്കെ പറയാൻ നോർമലി നമ്മൾ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ട്രൈയാറോ ഡിസൈൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ അതിന് വേറെ തരത്തിലേക്ക് ചിരിച്ച് വെച്ച് ഒരു ഡിസൈനിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ലൈക്ക് ഒരു സ്മോക്ഡ് ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ ഐറ്റം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷാർഫിനാൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഡീഫോഗറുള്ള ഗ്ലാസ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയൻസിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിക്കൊന്നും ആ തരത്തിലൊന്നും പുറകിൽ നിന്നുള്ള ലുക്കിലും കുറവ് വരുത്താൻ പാടില്ല എന്ന മാരുതി തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്രോമിൻ്റെ ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻസിലെ പൊതുവെ കാണാറുള്ളൂ. പക്ഷേ അതൊക്കെ ബാക്ക് സൈഡിൽ കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ റിവേഴ്സിൻ്റെ സെൻസേഴ്സ് കാണാം. നമുക്കിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 382 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ അത്യാവശ്യം ഡീപ്പർ ആയിട്ടുള്ള വലിയൊരു ബൂട്ട് സ്പേസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ സാധനങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് വെക്കാനായിട്ട് പറ്റും. ആ 382ൻ്റെ കുറവൊന്നും കാഴ്ചയിൽ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു വേർഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ വണ്ടി കാണുമ്പോൾ ഇതിനകത്തുണ്ട് ഈ വയേഴ്സും കാര്യങ്ങളും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സാധാരണ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഈവൻ ഞാൻ ഉപയോഗിക്കുന്ന സെലേറിയ വരെ ഇത് ക്ലോസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊന്ന് അടുത്തൊരു ചേഞ്ച് വരുന്ന സമയത്ത് ഒന്ന് ക്ലോസ് ചെയ്യായിരുന്നെങ്കിൽ ചിലപ്പം വളരെ നന്നായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 37 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് പെട്രോളായിട്ട് വരുന്നൊരു എഞ്ചിനാണ്. അപ്പം ഇപ്പോൾ നമുക്കിനി അകത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇത്ര പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ നോക്കി അതിഗംഭീരമാണ്. നമുക്കിനി അകത്തേക്ക് നമുക്ക് പോകാം. അകത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മാരുതി അതിനകത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഡോർ പാനലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി, ആ 5 സ്റ്റാർ ഡോറിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ആ ഒരു സൗണ്ടിലാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. നല്ല ഒരു സൗണ്ടിലൊക്കെയാണ് ആ ഒരു ഡോർസ് നമ്മൾ ക്ലോസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു ടോട്ടൽ ഓവറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ്. ഒരു പ്രത്യേക പാറ്റേണിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. അതുപോലെ ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് കാണാം. മിറേഴ്സ് നമുക്ക് ഇവിടെ കൺട്രോൾ ഫോൾഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സ്പീക്കേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് അർക്കമീസിൻ്റെ ട്യൂൺഡായിട്ട് വരുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വശത്തേക്ക് വരുമ്പോൾ ട്രാക്ഷൻ്റെ സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്ററാണ് വരുന്നത്. നോർമലായിട്ട് വരുന്ന AC-യുടെ വെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. സാധാരണ ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുമ്പോഴാണ് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ടോൺ, എന്താ പറയുന്നത്, ഒരു ബീച്ച് ടോണിലേക്കൊക്കെയാണ് ഒരു ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് വേറെ ചെറിയൊരു ടോൺ ചേഞ്ച് ഉണ്ട്. അപ്പം സീറ്റ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ്സുകളാണ്. കാരണം നിങ്ങളത് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സീറ്റിന് അത്യാവശ്യം നല്ല വീതിയുണ്ട്, നല്ല ബോൾസ്റ്റേഴ്സ് ഉണ്ട്, നല്ല കൺട്രോളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനും അല്ലെങ്കിൽ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് ശരിക്കും ഇതുപോലുള്ള ഒരു ലെഗസി പാരമ്പര്യമുള്ളൊരു കമ്പനി ഡിസൈൻ ചെയ്യുമ്പം അത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും പുതിയ VXIയുടെ ഇൻറ്റീരിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. VXI വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ടോപ്പിലേക്ക് വരുമ്പോൾ 9 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ അത് പ്രോ ആണ് ഈ ഒരു അതിനകത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ ആപ്പിളും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതേപോലെയുള്ള ഈ ഒരു ഡാഷ്ബോർഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, നീറ്ററായിട്ടുള്ള പ്ലാസ്റ്റിക്സും അങ്ങനെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. AC-യുടെ വെൻസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലുള്ള ഒരു ചാർക്കോൾ ഫിനിഷിലുള്ള ഒരു ഗാർണിഷും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സിഗ്നേച്ചർ ആയിട്ട് മാരുതിയുടെ ഈ പറയുന്ന പോലെ AC വെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനകത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റലായിട്ട് വരുന്ന AC ആണ്. അത് ക്ലൈമറ്റ് കൺട്രോൾ അല്ല. ഈ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഡിജിറ്റലി വരുന്ന ഒരു AC ആണ്. അതിനകത്ത് നമുക്കൊരു ചെറിയ ഡിസ്പ്ലേക്കകത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടോപ്പ് എൻഡിലേക്ക് വരും വയർലെസ് ചാർജ് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് USB ചാർജിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ രണ്ട് ചാർജസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് USB ചാർജർ നമുക്കുണ്ട്. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജസ് നമുക്കിവിടെ കാണാം. ഇവിടെ ഫോൺ വെക്കാനൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാഡിലാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് വയർലെസ് ആയിട്ട് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്കൊരു 5 സ്പീഡ് മാനുവലായിട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് തന്നെ ഏജസ് ഷിഫ്റ്റും കൂടെ വരുന്നുണ്ട്. ഒരു 5 സ്പീഡ് ഏജസും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൽ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ എടുത്ത് വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലോവ് ബോക്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്ലോവ് ബോക്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീപ്പറാണ്, പക്ഷേ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഒരു വാല്യൂ ഫോർ മണി ആയതുകൊണ്ടായിരിക്കും ഓട്ടോ IRVM നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നോർമലാണ്. ഡേലൈറ്റ് നമ്മൾ മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 2 സ്ഥലത്തും ഇതുപോലെ തന്നെ നമുക്ക് സൺവൈസസ് നമുക്കാണ്. ഇതിനകത്ത് വാനിറ്റി മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നോർമലായിട്ട് വരുന്ന ലൈറ്റ്സുകളൊക്കെ തന്നെ മാരുതിയുടെ ആ ഒരു പഴയ രീതിയിലൊക്കെയുള്ള ലൈറ്റുകളൊക്കെയാണ്. അതിനകത്തൊരു ബൾബ് സിസ്റ്റം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളും വൈറ്റ് ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ സ്പീക്കേഴ്സാണ്. അതായത് നമുക്ക് ഈ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള സൗകര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലെതററ്റ് ഒന്നും വരാത്ത സാധാരണ റബ്ബർ ഫിനിഷിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് മെയിനായിട്ട് വരുന്നില്ല. ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീരിയോയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ആ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് സെൻട്രലൈസ് ലോക്കിംഗ് അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പം ഏറ്റവും ബേസ് വേരിയൻറ്റ് പോലെയാണ് എന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം വേറെ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ലോഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് അനലോഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തുള്ള മിക്ക വണ്ടികളിലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റലിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് അനലോഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ ഒരു സിഗ്നേച്ചർ ലുക്കൊക്കെ എപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ അതിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു TPMSൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ അതൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സീറ്റ്സിൻ്റെ കംഫോർട്ട് കമൻറ്റബിൾ ആണ് കേട്ടോ. അത്യാവശ്യം വളരെ ലംബാർ സപ്പോർട്ടുകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കാല് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാൻ പാകത്തിലാണെങ്കിലും ദീർഘദൂര യാത്രകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമുക്കിനി സെക്കൻഡ് റോ സീറ്റ്സിലേക്ക് ഒന്ന് പോകാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാമിലി കാറുകളിലൊന്നാണ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലത്തെ സീറ്റുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. സീറ്റുകളുടെ ഒരു ചെരിവ്, നമ്മളിപ്പോൾ ഒരു സീറ്റ് ഇരിക്കുന്ന സമയത്ത് സീറ്റിൻ്റെ പിച്ചൊക്കെ അത് നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീതി കുറഞ്ഞ സീറ്റാണ്, അതുകൊണ്ട് ചെറിയൊരു ടൈ സപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും വലിയ പ്രശ്നമില്ല, കാരണം ലെഗ് സ്പേസ് കുഴപ്പമില്ല. 2450 വീൽ ബേസ് നമ്മളോട് പറഞ്ഞല്ലോ. ഹെഡ് റൂം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമാണ്. ഒട്ടും ക്രാമ്പിങ് നമുക്ക് തോന്നത്തില്ല. അത്യാവശ്യം നമുക്കൊരു വലിപ്പമുള്ള ഒരു ഇൻറ്റീരിയേഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബാക്കിലിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ കൈ വെക്കാനുള്ള ഒരു ആംബ്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വളരെ കംഫർട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് റെയിലൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിയർ AC വെൻറ്റുകളാണ്. സാധാരണ ഈ ഒരു ബേസ് വേരിയൻറ്റുകളൊന്നും റിയർ AC വെൻറ്റുകൾ കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് റിയർ AC വെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള 2 C പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം പുറകിലിരിക്കുന്നവർക്ക് ഫോൺ ചാർജ് ചെയ്യാം, ഫ്രണ്ടിൽ നിന്ന് വയർ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ISO ഫിക്സ് ചൈൽഡ് സീറ്റ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ റിമൈൻഡേഴ്സൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് ഈ ഒരു VXI മുതൽ തന്നെ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റുകളും കാര്യമുണ്ട്. 2 കപ്പ് ഹോൾഡറും നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 9,27,000 രൂപയ്ക്ക് മാനുവൽ വണ്ടി നമുക്ക് ഓൺ റോഡ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ അത്തരം വണ്ടിക്കകത്ത് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് മാരുതിയുടെ ഒരു വാഹനം കൂടി ആകുന്ന സമയത്ത് സർവീസിൻ്റെ കാര്യമാണെങ്കിലും സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കമൻറ്റബിൾ ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് മാരുതിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു തലവേദന ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് ഈ മാരുതിയുടെ ഏറ്റവും പുതിയ ഡിസയർ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യണം, എഞ്ചിൻ റൂം ഒന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പം ഏറെ അതിശയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വെയിറ്റ് നല്ല രീതിയിൽ ഗണ്യമായിട്ടുള്ള രീതിയിൽ കൂടിയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു വാഹനത്തിൻ്റെ ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്ര ഒരു വെയിറ്റ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഉള്ളിത്തൽ പോലെയുള്ള ഒരു എന്താ പറയുന്നത് ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിശയിക്കാറുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം നല്ല കട്ടിയുള്ളൊരു ബോഡി തന്നെ വാഹനത്തിനകത്ത്
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാണുന്നതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. 1.2 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന ഇസഡ് സീരീസ് ആയിട്ട് വരുന്ന ഏറ്റവും പുതിയൊരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനായിരിക്കും ഈ വാഹനത്തെ ചലിപ്പിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളും നോക്കുക, 81.58 PS പവറും 117 ടോർക്കുമാണ് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. മാരുതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൈലേജ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാഹനമാണല്ലോ. അപ്പം ഇതിനെന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. 25.75 കിലോമീറ്ററാണ് നമുക്ക് 1 ലിറ്ററിന് മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 5 സ്റ്റാർ കിട്ടിയിട്ടും അങ്ങനെ മൈലേജിൻ്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് വന്നിട്ടില്ല. അപ്പം നമുക്കും ഈ പറയുന്ന 5 സ്റ്റാർ അച്ചീവ് ചെയ്ത് മൈലേജ് കുറയ്ക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് മാരുതി പറയുകയാണ്. അപ്പോൾ ഓൺ റോഡിൽ നമുക്ക് ഏകദേശം 22 കിലോമീറ്റർ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ 20 to 22 ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം പള്ളിമുക്കുള്ള നമ്മുടെ സാരഥിയുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നമ്മളിവിടെ നോർമലി ഈ ഒരു വാഹനത്തിന് ടോപ്പ് എൻഡ് ഉണ്ട്. അപ്പോൾ VXi കിടക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നതാണ്. കാരണം ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് അവതരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. കാരണം ടോപ്പ് എൻഡ് വേരിയൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു വാഹനം എടുക്കാണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. നമ്മുടെ മാരുതി കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡിസൈനെക്കുറിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് വേണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോമിൻ സൈനിങ് ഫ്രം റോമേഷ് ഷോ.